ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നല്ലോ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഹിന്ദിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാഷി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും ശ്രദ്ധയോടുകൂടി നോക്കിക്കോളൂ യെസ് സർവനാം അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സർവനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്രോനൗൺ എന്ന് പറയും അതായത് സർവനാമങ്ങൾ അല്ലെ സർവനാമങ്ങൾ അപ്പൊ ഹിന്ദിയിലെ സർവനാമങ്ങൾ ഏതെല്ലാം എന്നുള്ളതും എന്താണ് സർവനാമം എന്നുള്ളതും സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് നോക്കാം മക്കളെ ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിനു വേണ്ടിയും പേരറിയാത്തവയുടെ പേരിനു പകരമായും ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹിന്ദി ഭാഷയിലെ വ്യത്യസ്ത പേരുകൾ ഉണ്ടാവും, അതിന്റെ ആവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെ, അതായത് പേരറിയാത്ത പേരിന് പകരമായി ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും സർവനാമങ്ങൾ എത്ര എണ്ണമുണ്ട് മക്കളെ? 15 എണ്ണമാണ് പ്രധാനമായിട്ടും സർവനാമങ്ങൾ ഉള്ളത്. ആ 15 എണ്ണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആക്കും. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ എന്റെ മക്കളൊക്കെ കൂടെ ഇല്ലേ? നോക്കൂ മക്കളെ. അപ്പൊ ആദ്യത്തെ 5 എണ്ണം ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മേം അല്ലെ, മേം നിങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ കാണാറുണ്ട്. മേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് അല്ലെ, ഞാൻ അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞേ മേം അല്ലെ, ഞാൻ അല്ലെ. നമുക്ക് പറയാം അല്ലെ, അപ്പൊ ഞാൻ എനിക്കൊരു പേരുണ്ടാകും അല്ലെ, അപ്പൊ ആ പേരിന് ഉപനാമം, അതാണ് നമ്മൾ ഇവിടെ ഇതിലൂടെ നമ്മൾ പറഞ്ഞു ഉപപേരുകളെയാണ് അല്ലെ, നമ്മൾ പേരിന് പകരമായും ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് സർവനാമങ്ങൾ നമ്മൾ അവസാനം പറഞ്ഞു അല്ലെ. അപ്പൊ മേം എന്നുള്ള ഞാനൊരാളാണ്, പക്ഷെ മേം എന്ന് ഞാൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സർവനാമമായിട്ട് വിശേഷിപ്പിക്കാം. അതേപോലെ തു, നീ അല്ലെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് പറയാനുണ്ട് നീ അല്ലെ, അപ്പൊ തു, അപ്പൊ ഒരു ഉപപേരായിട്ട് നമുക്ക് കാണാം നീ അല്ലെ. അതേപോലെ തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെ. അതേപോലെ ഹം, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നമ്മൾ, നാം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹം എന്നത് കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതേപോലെ ആപ്പ്, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ അല്ലെ. നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് ആപ്പ് അല്ലെ. ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ നാം ക്യാ ഹേ നമ്മൾ ചോദിക്കാറുണ്ട്. താങ്കളുടെ പേരെന്താണ് അല്ലെ, നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ വിളിക്കാറുണ്ട് ആപ്പ് അല്ലെ. സെറ്റ് അല്ലേ? അപ്പൊ 5 എണ്ണം സെറ്റ് അല്ലേ? മേം, തു, തും, ഹം, ആപ്പ് അല്ലെ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വരുന്ന മറ്റൊന്നാണ് എന്ത്, വഹേ. വഹേ എന്നതിന് നമ്മൾ പറയാറുണ്ട് അവൻ, അവൾ, അതെ, എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതേപോലെ പിന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് യഹ്. യഹ് എന്നത് നമ്മൾ ഇവൻ, ഇവൾ, ഇത്, ഈ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉച്ചരിക്കാറുണ്ട്. അപ്പൊ വഹ്, അവൻ, അവൾ, അത് ആണെങ്കിൽ യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, ഈ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സർവനാമത്തിലൂടെ നമുക്ക് പഠിക്കാം. വേ അല്ലെ, വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അദ്ദേഹം എന്നൊക്കെ നമുക്ക് പറയാം. വേ, അവർ, അദ്ദേഹം. അതേപോലെ പിന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് യേ അല്ലെ. യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ, ഇദ്ദേഹം അല്ലെ. അപ്പൊ വേ, അവർ, അദ്ദേഹമാണെങ്കിൽ യേ എന്ന് പറഞ്ഞാൽ ഇവർ, ഇദ്ദേഹമാണ്. നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതേപോലെ പിന്നെ നമുക്ക് വരുന്നതാണ് കോൻ അല്ലെ. കോൻ, തും കോൻ ഹേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നീ ആരാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ കോൻ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, ഏത് അല്ലെ. ആര്, ഏത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സന്ദർഭം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു മക്കളെ? എത്ര എണ്ണം പഠിച്ചു? നോക്കൂ നോക്കൂ. യെസ്, 1 2 3 4 5 അല്ലെ, 6 7 8 9 10 അല്ലെ, 10 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി 5 എണ്ണം പാടുണ്ട്. 15 എണ്ണമാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ അവസാനത്തെ 5 എണ്ണത്തിലേക്ക് നമ്മൾ കടക്ട് ചെയ്യാണ്. കോയി അല്ലെ, എന്താണ്, ആരോ, ഏതോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിശേഷിപ്പിക്കാം. കോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ അല്ലെങ്കിൽ ഏതോ. ജോ, ജോ എന്ന് പറഞ്ഞാൽ ഏതൊരു അല്ലെ, ഏതൊരു. അതേപോലെ ഏതൊന്ന് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജോ എന്നത് കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതേപോലെ സോ എന്ന് പറഞ്ഞാൽ യാതൊരു, യാതൊന്ന് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, കുച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അല്ലെ. സം, കുറച്ച് അല്ലെ. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതേപോലെ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെ, ക്യാ, എന്ത്. അപ്പൊ ഇത്തരത്തിലാണ് പ്രധാനമായും 15